സുഹൃത്തുക്കളെ, പ്രകൃതിനും കണ്ടേ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അത് നോക്കിയാൽ നിങ്ങൾ അരുണാചൽ പ്രദേശിൻ്റെ ബ്യൂട്ടി. കുന്നിൻ ചെരുവിലെ ഓട്ടോ നിർത്തിയിട്ടേ ചെറിയൊരു പനി ഉണ്ട്. അപ്പോൾ നല്ല ഫുഡൊന്നും എല്ലാവരും കൂടി കഴിക്കാച്ചിട്ട് നിർത്തിയതാണ്. നല്ല ചോറും ബീഫ് അച്ചാറാണ് ഈ കാണുന്നതേ. ബീഫ് അച്ചാറും സാദാ അച്ചാറും അതിക്ക് ചോറ്റിൽ നമ്മൾ ഉപ്പിട്ടാണ്. ഓക്കെ, ഞങ്ങളെ ചോറ് കഴിച്ചാണ്. അത് നോക്കിയാണെങ്കിൽ താഴത്ത് നല്ല പുഴ. ചെറിയ പനിയുണ്ട്, പനി ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കണുള്ളൂ. ഗുളി കുടിച്ച് കണ്ടേ വണ്ടികൾ അപ്പോഴപ്പോഴായിട്ട് വരുന്നുണ്ട്. നല്ല ബീഫ് അച്ചാറുണ്ട്. ഇരിക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇരിക്കാത്തത്. പ്രകൃതി ഇങ്ങനെ മാടി വിളിക്കുക. ഇബ്രുവിനും ജാവിക്കും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ്, അപ്പോൾ പിന്നെ ഉള്ളതെന്നാ നമ്മളും കഴിക്കാം. ഓലെന്തൊക്കെ ഒരു വെറൈറ്റി പരിപാടിയൊക്കെ തട്ടിക്കൂട്ടുണ്ട് അവിടെ. യാത്ര എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചെറിയൊരു പനി, നാളെ ഇൻഷാ അല്ലാഹ് ഈ സമയം കടന്നു പോകും. അത്രേ ഉള്ളൂ, നോ ടെൻഷൻ. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, എന്തായി പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞിട്ടോ എന്നൊക്കെ പറഞ്ഞു. ഫേസൊക്കെ ആകെ പിടുത്തം വിട്ടുപോയി. പക്ഷെ ഒത്തിരി സന്തോഷം, അത്രയും ആളുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോഴേ. അപ്പോൾ നോക്കിയാൽ അരുണാചൽ പ്രദേശിൻ്റെ താഴ്വരകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സമയത്ത് ആ നദിയിലെ വെള്ളമൊക്കെ ഐസായി മാറണ സമയമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും ഒത്തിരി പിന്നെ നന്ദി. കാരണം അത്രയും ആളുകൾ കോണ്ടാക്ട് ചെയ്തിരുന്നൊരു പനി വന്നപ്പോഴേക്കും. അപ്പോൾ അതൊക്കെ ഇതിലുള്ളതാണ്, സ്ട്രഗിളിംഗ് ആണ്. എനിക്ക് വലിയൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഒരു തോന്നിയില്ല. കാരണം ഇവരെല്ലാവരും ഉണ്ട് നമ്മളെ കെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനത്തെ ഒരു കമ്പനി കിട്ടിയതാണ് ഇതിൻ്റെ യാത്രൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് ഞാൻ പറയണത്. ആ റോഡാണ് പോണത്, കാണു നോക്കി. നമുക്കിനി പോകേണ്ട റോഡാണ് അവിടെ ഫുള്ള് ഇങ്ങനെയാണ്. നോക്കിയാണ് ആ റൂട്ടിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ടോട്ടലി ഇവിടെ ഇങ്ങനെയാണ് എല്ലാ ഭൂപ്രകൃതിയും. ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഈ ഇറങ്ങണതൊക്കെ ഇങ്ങനത്തെ ഒരു 100ാമത്തെ എയർപിന്നൊക്കെ ഈ കാര്യത്തിൽ